ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം മണ്ഡലകാലമല്ലേ, അപ്പൊ അമ്മമാരൊക്കെ എന്ത് വെജിറ്റേറിയൻ കറി ഉണ്ടാക്കും ഇങ്ങനെ നോക്കി നടക്കുന്ന സമയമാണ്. എന്നാ പിന്നെ ഒട്ടും സമയം കളയണ്ട, ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു 500 ഗ്രാം വെണ്ടയ്ക്കയാണ് ഇവിടെ എടുത്തേക്കുന്നത്. വെണ്ടയ്ക്ക നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പച്ച പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കണേ. മൂത്ത വെണ്ടയ്ക്കയാണെങ്കിൽ അതിനൊരു സ്വാദ് കുറവായിരിക്കും. അപ്പോൾ പിഞ്ച് വെണ്ടയ്ക്കാണ് നല്ല സ്വാദ് ഉണ്ടാകുക. അപ്പോൾ അത് നോക്കി എടുക്കുക. പിന്നെ വേണ്ടത് 3 തക്കാളി, 2 പച്ചമുളക്, 8-10 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 സവോള. ഇനി നമ്മൾ ഈ വെണ്ടയ്ക്ക കുറച്ച് നീളത്തിലാണ് അരിയേണ്ടത്. നമ്മൾ സാമ്പാറിന്റെ ഒക്കെ കഷ്ണം മുറിക്കുന്ന പോലെയാണ് വെണ്ടയ്ക്ക മുറിച്ചെടുക്കേണ്ടത്. അപ്പം വെണ്ടയ്ക്ക മുഴുവൻ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടുന്ന വെണ്ടയ്ക്കയിൽ പുഴു ഒന്നും കാണില്ല കേട്ടോ. നാട്ടിലെ വെണ്ടയ്ക്കയാണെങ്കിൽ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയെടുക്കണം. അതുപോലെ സവോളയും ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതൊന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുക്കണം. വെണ്ടയ്ക്ക നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ഹാഫ് ഫ്രൈ ആക്കിയിട്ട് നമ്മളിങ്ങനെ കോരി മാറ്റുവാണ് ആ വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക്. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴേ നമ്മുടെ വെണ്ടയ്ക്ക കറിയുടെ വഴുവഴുപ്പ് കുറയും. ഇങ്ങനെ പകുതി അത് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ അതേ ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ക്യുമിൻ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. സാദാ ജീരകം 1 ടീസ്പൂൺ. എന്നിട്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കുവാണ്. സവോള ഇനിയൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അതിനകത്തോട്ട് ചേർത്ത് നമ്മൾ വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുവാണ്. നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല കേട്ടോ, ഒത്തിരി ട്രാവൽ വീഡിയോസും ഉണ്ട്. എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ സവോളയൊക്കെ ഇവിടെ ഒരു വിധം വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതും കൂടെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 2 തക്കാളി ഉണ്ടായിരുന്നേ. തക്കാളി കൂടെ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. കാരണം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പം തക്കാളി ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഈ ഗ്രേവിയുടെ കൂടെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചാൽ മതി. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. തൈര് മസ്റ്റായിട്ടും ചേർക്കണം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കടലമാവും തൈരും കൂടെ ഇതിനകത്ത് ചേർത്ത് കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ കടലമാവും കൂടെ അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ചൂടുവെള്ളം, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇതൊന്ന് വേവിക്കണം. കാരണം നമ്മൾ വെണ്ടയ്ക്ക പകുതിയല്ലേ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ആ ഒരു പച്ചച്ചുവ കംപ്ലീറ്റ് മാറുന്നത് വരെ നമ്മൾ ഈ ഗ്രേവിയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പം അതിന് ഞാൻ കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം. ഈ കറിയെ ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഈവൻ പൊറോട്ടയ്ക്ക് പോലും. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക്.
ഒരു തവണ നിങ്ങൾ ഇങ്ങനെ വെണ്ടയ്ക്ക കറി വെച്ചാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കൂ. ഇനി ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഒരു പിടി മല്ലിയിലയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഫ്രഷ് മല്ലിയില ഇല്ലായിരുന്നു, ഞാൻ ഫ്രീസറിൽ ഇരുന്ന മല്ലിയിലയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കിടുക്കാച്ചി ടേസ്റ്റിലുള്ള വെണ്ടയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു ലുക്ക് എന്ന് നോക്കിക്കേ. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറെന്നല്ല ഒരു കലം ചോറുണ്ണാൻ പറ്റും. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ ഒരു കലം ചോറൊന്നും കഴിക്കേണ്ട കേട്ടോ, അത് ആരോഗ്യത്തിന് നല്ലതല്ല. ആവശ്യത്തിന് കഴിച്ചാൽ മതി. അപ്പം എല്ലാവരും ഈ അടിപൊളി കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പൊ താങ്ക് യു, ബൈ.